നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൾ സെറ്റ് എന്താണെന്നും അതുപോലെ തന്നെ എം ടി സെറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു. എം ടി സെറ്റിൻ്റെയൊക്കെ വേറൊരു പേരാണ് വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കേണ്ടത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റാണ്. നമുക്ക് രണ്ട് സെറ്റ് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ തന്നിരിക്കുകയാണ്. 1 2 3 4 5. ഇത് എ എന്ന് പറഞ്ഞൊരു സെറ്റ്. ദെൻ അടുത്തത് ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് എ ബി സി. ഇനി സി എന്ന് പറയുന്നത് വേറൊരു സെറ്റ് തന്നെയാണ്. മെൻ ലീവിങ് പ്രസൻ്റ്ലി in different parts of the world. ഓക്കെ, അപ്പം 3 സെറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, സി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4 5 അല്ലേ? അപ്പം എൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സിനാണ് എൻ ഓഫ് എ എന്ന് പറയുന്നത്. എൻ ഓഫ് എ ഈക്വൽ ടു എത്രയാണ്? 5 അല്ലേ? എൻ ഓഫ് ബി എന്താ? എൻ ഓഫ് ബി എന്ന് പറയുന്നത് എത്ര എലമെൻറ്റ്സാണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി, സെറ്റ് ബി 1 2 3. ഇനി എൻ ഓഫ് സിയോ? എൻ ഓഫ് സി എഴുതാൻ പറ്റുമോ? മെൻ ലീവിങ് പ്രസൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതായത് വേൾഡിൽ തന്നെ പല ഭാഗത്തുള്ള മെൻസിൻ്റെ എണ്ണമാണ്. അതായത് നമുക്ക് പറയാൻ പറ്റുമോ അതിൻ്റെ കറക്റ്റ് എണ്ണം എത്രയാണ്? അതായത് കണ്ടിന്യൂസ് നമുക്ക് ഒത്തിരി ഉണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഉണ്ടാവും അല്ലേ? അതായത് ഒത്തിരി ഉണ്ടാവും, നമുക്ക് കൗണ്ടബിൾ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടാവും, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഇൻഫിനിറ്റ് സെറ്റ് എന്നും. അതല്ലെങ്കിൽ കൗണ്ടബിൾ അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു എം ടി സെറ്റിനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഡെഫിനിറ്റ് നമ്പർ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഒരു എം ടി ആയിരിക്കണം. ആ സെറ്റ് എം ടി ആണെങ്കിലും നമുക്ക് എന്ത് പറയാം? അത് ഫൈനൈറ്റ് ആണെന്ന് പറയാം. കൗണ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമ്മളതിന് എന്ത് പറയും? ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയും. അപ്പോൾ ഫൈനൈറ്റ് സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് വിച്ച് ഈസ് എം ടി. ഒരു സെറ്റ് എങ്ങനെയായിരിക്കണം? വിച്ച് ഈസ് എം ടി അല്ലെങ്കിൽ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ അതിനെ എന്ത് പറയാം? ഫൈനൈറ്റ്. അതർവൈസ് ദ സെറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സെറ്റിനെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അപ്പോൾ എയും ബിയും എന്ത് സെറ്റാണ്? എയും ബിയും എ ആൻഡ് ബി ആർ എന്ത് സെറ്റായിരിക്കും? ഫൈനൈറ്റ് അല്ലേ? നമുക്കൊരു ഡെഫിനിറ്റ് നമ്പർ ഇല്ലേ? ഫൈനൈറ്റ് സെറ്റ്. സിയോ? സി എന്ന് പറയണത് എന്താണ്? സി ഈസ് ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഫൈനൈറ്റും ഇൻഫൈനൈറ്റ് സെറ്റും കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടി നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് W be the set of the days of the week. എന്താ ഇതിൻ്റെ മീനിങ്? W എന്ന് പറയുന്ന സെറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ W be the set of the days of the week. വീക്കിലെ ഡേയ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ? അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഡെഫിനിറ്റ് നമ്പർ ഉണ്ട് അല്ലേ? ഒരു ഡെഫിനിറ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ അത് എന്ത് സെറ്റായിരിക്കും? അത് നമുക്ക് ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ നമുക്കിതിൻ്റെ സൊല്യൂഷൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് ആൻസർ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. അതായത് എക്സ് സ്ക്വയർ മൈനസ് 16. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 16 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുമ്പോൾ 16 വരും. ദെർഫോർ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് ഓർ മൈനസ് വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് വരും? 16ൻ്റെ റൂട്ട് എത്രയാണ്? 4 ആണ് അല്ലേ? പ്ലസ് ഓർ മൈനസ് 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് വന്നത്?
+4 -4. ഇതൊരു ഡെഫിനിറ്റ് നമ്പർ അല്ലേ, നമുക്ക് പറയാൻ പറ്റുന്നില്ലേ, ഒരു കൗണ്ടബിൾ ആണ് അല്ലേ. അപ്പം നമുക്കിത് ഡെഫിനിറ്റ് നമ്പർ ആയതുകൊണ്ട് ഇതെന്ത് സെറ്റാണ്, ഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും കണ്ടുപിടിക്കണത് ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തതാണ് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് എന്താ, സെറ്റ് എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ട് പറയാൻ പറ്റില്ലല്ലോ, 2 സെറ്റ് വേണം അല്ലേ. അപ്പം നമുക്ക് 2 സെറ്റ്, എ എന്ന് പറയണതും ബി എന്ന് പറയണതും 2 സെറ്റ് തന്നിട്ടുണ്ട്. ഗിവൺ 2 സെറ്റ് എ ആൻഡ് ബി. ഇത് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ, ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്സ്. ഈ സെറ്റിനകത്ത് എന്ത് എലമെൻറ്റ്സ് ആയിരിക്കണം, സെയിം എലമെൻറ്റ്സ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ എടുത്ത് ഞാൻ കാണിക്കാം. എ എന്ന് പറയുന്ന സെറ്റാണ് 1 2 3 4. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് എങ്ങനെയായിരിക്കും, 3 1 4 2. ഈക്വൽ ആവണമെങ്കിൽ നമുക്കറിയാം ഇതേ എലമെൻറ്റ് തന്നെ വരണം. എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലും വേണം അല്ലേ, സെയിം എലമെൻ്റ് ആയിരിക്കണം. എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്. അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ആ ഫസ്റ്റ് 1 വന്നു, ദെൻ സെക്കൻഡാണ് ബി എന്ന് പറയുന്ന സെറ്റിൽ 1 വന്നിരിക്കുന്നത് അല്ലേ. പക്ഷേ എന്താ, എലമെൻറ്റ്സ് എപ്പോഴും സെയിം ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് എന്ത് സെറ്റാണ്, ഈക്വൽ സെറ്റാണ്. എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. സെറ്റ് എ ഈക്വൽ ടു ബി. അപ്പോൾ ഡെഫിനിഷൻ പറയണത് ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്സ് എന്നാണ് പറയണത്. 2 sets A and B are said to be equal. എയും ബിയും 2 സെറ്റാണ്, അത് ഈക്വൽ ആണെന്ന് പറയുന്നത്. ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി the same elements. ഓക്കെ, സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ മാത്രം ആണ് ആ 2 സെറ്റും എന്താ പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഈക്വൽ സെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 2 സെറ്റ് തന്നു കഴിഞ്ഞാൽ അത് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ അറിയാലോ. അപ്പം ഞാൻ എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണേ, എക്സാമ്പിൾ നമ്മൾ ചെയ്യാണ്. എ എന്ന് പറയുന്ന സെറ്റ് 0 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബി എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ലെസ് ദാൻ 5. സി എന്ന് പറയുന്ന അടുത്ത സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് -5 ഈക്വൽ ടു 0. ഡി എന്ന് പറയുന്ന വേറൊരു സെറ്റ് എക്സ് സച്ച് ദാറ്റ് x² ഈക്വൽ ടു 25. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ പെയർ ഓഫ് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റായിട്ടുള്ള പെയേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ സെറ്റ് ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞു എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്സ് വരണം അല്ലേ. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ് ഏതാ, 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം. കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ലെസ് ദാൻ 5. എക്സ് ഗ്രേറ്റർ ദാൻ 15 എന്ന് പറഞ്ഞ വാല്യൂ എന്താ, എക്സിൻ്റെ വാല്യൂ 15നേക്കാളും വലുതാവും, അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 5നേക്കാളും ചെറുതാവും. അങ്ങനെ ഏതെങ്കിലും നമ്പർ പറയാൻ പറ്റുമോ? എക്സിൻ്റെ വാല്യൂ 15നേക്കാളും വലുതുമായിരിക്കണം, 5നേക്കാളും ചെറുതുമായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ 15നേക്കാളും വലുതാവാം, അതല്ലെങ്കിൽ 5നേക്കാളും ചെറുതാവാം. അല്ലാണ്ട് 2 കണ്ടീഷൻ കൂടി ഒപ്പം പറയണ നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അതായത് അതിൻ്റെ എലമെൻ്റ് എന്തായിരിക്കും, അതിന് ഒരു എലമെൻറ്റും ഉണ്ടാവില്ല. അതെന്തെന്നോ സെറ്റായിരിക്കും, നൾ സെറ്റായിരിക്കും അല്ലേ. ആ സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ല. നമ്മൾ നൾ സെറ്റ് എന്താണെന്ന് പറഞ്ഞത്, കണ്ടെയ്ൻസ് നോ എലമെൻറ്റ് അല്ലേ. എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെൻറ്റ് ഈസ് കോൾഡ് നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ അതിന് പറയണതാണ് നൾ സെറ്റ് എന്ന് അല്ലേ. അപ്പോൾ ബി എന്ന് പറയണത് നൾ സെറ്റാണ്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ് ഏതാ, x -5 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും.
എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെയർഫോർ എക്സ് ഈക്വൽ ടു എങ്ങനെയാണ് -5 റൈറ്റിലേക്ക് പോകുമ്പോൾ +5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ സി എന്ന് പറയുന്ന സെറ്റ് എന്താ, സി എന്ന് പറയുന്ന സെറ്റ് 5 ആയിരിക്കും അല്ലേ. ഓക്കെ, ആ സെറ്റിൽ 5 മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് ഡി എന്ന് പറയുന്ന സെറ്റ് x² ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂസാണ് നമുക്ക് വേണ്ടത്. എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? x² ഈക്വൽ ടു 25 ആണെങ്കിൽ ദെയർഫോർ എക്സ് ഈക്വൽ ടു എന്താ, x² ഈക്വൽ ടു 25, ദെയർഫോർ എക്സ് ഈക്വൽ ടു √25. √25 എന്താ, ±5 ആണ്. അപ്പോൾ ആ സെറ്റ് എങ്ങനെ വരും? +5ഉം -5ഉം ആണ്. അപ്പോൾ നമുക്ക് സെറ്റൊക്കെ കിട്ടി. ഇതിനകത്ത് ഈക്വൽ സെറ്റ് ഉള്ള പെയർ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ സെറ്റുള്ള പെയർ ഏതൊക്കെയാണ്? ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? എയും ബിയും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ബിയും സിയും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല അല്ലേ. എ നോട്ട് ഈക്വൽ ടു ബി ആണ് അല്ലേ. എയിലെ എല്ലാ എലിമെൻറ്റും, എയിലെ സെയിം എലിമെൻറ്റ് തന്നെ വേണം. ബിയിൽ ഉണ്ടോ? ഇല്ല. പിന്നെ ബി നോട്ട് ഈക്വൽ ടു സി ആണ്. അതുപോലെ തന്നെ എ നോട്ട് ഈക്വൽ ടു സി. ഒരു എലിമെൻറ്റ് പോലും ഈക്വലായിട്ട് വന്നിട്ടില്ല രണ്ട് സെറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇതിനകത്ത് ഈക്വൽ സെറ്റ് ഇല്ല അല്ലേ, ഈക്വൽ സെറ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് നൾ സെറ്റ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും താഴെ. അതിൽ എക്സാമ്പിൾ ഓഫ് നൾ സെറ്റ് ഏതാണെന്നാണ് പറയുന്നത്. നൾ സെറ്റിൻ്റെ എക്സാമ്പിൾ. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ്സ് അല്ലേ. എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന് പറയുകയാണ് നൾ സെറ്റ്, അല്ലെങ്കിൽ എം ടി സെറ്റ്, അല്ലെങ്കിൽ വോയിഡ് സെറ്റ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് odd natural numbers, odd natural numbers divisible by 2. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ ഡിവിസിബിൾ ബൈ 2. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 എക്സെട്ര അല്ലേ. അപ്പോൾ അതിനകത്ത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. 1 3 5 എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും അല്ലേ. ഇനി ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനാണ്. ഈ ഓഡ് നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവിസിബിൾ ആവുമോ? ഇല്ല. അപ്പം നമുക്ക് എന്താ, ആ സെറ്റിൽ അങ്ങനെയുള്ള സെറ്റ് ഉണ്ടോ? ഇല്ല. ആ സെറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടാവും? ഒരു എലമെൻറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എന്തുകൊണ്ടാണ്? നൾ സെറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരിക്കും? എക്സാമ്പിൾ ഓഫ് നൾ സെറ്റ് അല്ലേ. ഫസ്റ്റ് വൺ നമുക്ക് നൾ സെറ്റിൻ്റെ എക്സാമ്പിളായിട്ട് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവൻ പ്രൈം നമ്പേഴ്സ്. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രം ഡിവിസിബിൾ ആവുമെങ്കിൽ പറയുന്നതാണ് പ്രൈം നമ്പർ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയും. അതായത് only 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഒരു നമ്പറിന് 2 ഫാക്ടേഴ്സേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈവൻ പ്രൈം നമ്പർ എന്ന് പറയാം. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? 2 3 5 7 എക്സെട്ര. ഇതിനെയൊക്കെ നമുക്ക് അതേ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ അല്ലേ. 2 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ടും 1 കൊണ്ടും മാത്രം ഡിവിസിബിൾ ആവും. ഇനി 3 എന്ന് പറയുന്ന നമ്പറിന് 3 കൊണ്ടും 1 കൊണ്ടും മാത്രം ഡിവിസിബിൾ ആവും. 5നെ 5 കൊണ്ടും 1 കൊണ്ടും ഡിവിസിബിൾ ആവും. അങ്ങനെ ആവുമ്പോൾ 2 3 5 7 ഇതെല്ലാം എന്ത് നമ്പറാണ്? പ്രൈം നമ്പറാണ്. ഇതിനകത്ത് ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പറേ ഉള്ളൂ. ഏതാ? 2 ആണ്. 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. അപ്പോൾ ആ സെറ്റ് എങ്ങനെ വരും? 2 എന്ന് പറയുന്ന സെറ്റ് അല്ലേ. സെറ്റിനകത്ത് 2 മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് നൾ സെറ്റിന് എക്സാമ്പിൾ ആണോ? നൾ സെറ്റ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റും പാടില്ല. അപ്പോൾ ഇത് നൾ സെറ്റിന് എക്സാമ്പിൾ അല്ല, കാരണം ഇവിടെ ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. X is a natural number. X is a natural number. X less than 5 and X greater than 7.
എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. എക്സിൻ്റെ വാല്യൂ എങ്ങനെ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് ലെസ് ദാൻ 5, 5നേക്കാളും ചെറുതാവണം. വീണ്ടും ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7നേക്കാളും വലുതും 5നേക്കാളും ചെറുതായ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 5നേക്കാളും ചെറുതായതും 7നേക്കാളും വലുതും ആയിരിക്കണം. അങ്ങനെ ഒരു എക്സിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്നല്ലെങ്കിൽ 5നേക്കാളും താഴെ വരണം, അതല്ലെങ്കിൽ 7നേക്കാളും മുകളിൽ വരണം, അല്ലേ? ഇത് രണ്ട് കണ്ടീഷനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലമെൻ്റ് അങ്ങനെ ഒരു നമ്പർ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്ത് സെറ്റാണ്? അത് നൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് നൾ സെറ്റിന് എക്സാമ്പിളായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ഇനി അടുത്തത് 4th ക്വസ്റ്റ്യൻ. സെറ്റ് y such that y is a point common to any two parallel lines. ഓക്കെ, y എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്? സെറ്റിലെ എലമെൻറ്റ്സ് എങ്ങനെയാണെന്ന് പറയുന്നത്? y is a point common to any two parallel lines. പാരലൽ ലൈനിൽ കോമൺ ആയിട്ട്, രണ്ട് പാരലൽ ലൈൻസിൽ കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ഏതാണ്? പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? രണ്ട് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല, അതാണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ. അത് രണ്ടും പാരലൽ ആയിരിക്കും. ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈൻസിനാണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞത്. ഇതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും പോയിന്റ് വരുമോ? കോമൺ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് എങ്ങനെ വരണം? ഒന്നല്ലെങ്കിൽ അത് ഡീവിയേറ്റ് ചെയ്ത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിമുട്ടണം. അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് പോയിന്റ് വരുള്ളൂ. ഈ രണ്ട് പാരലൽ ലൈനിന് കോമൺ ആയിട്ട് ഏതെങ്കിലും പോയിന്റ് പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊരിക്കലും കൂട്ടിമുട്ടില്ല, അതുതന്നെയാണ് അതിന് പാരലൽ ലൈൻ എന്ന് പറയുന്നത്. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈൻസിന് പാരലൽ ലൈൻസ് എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് പോയിന്റ് വരത്തില്ല. അപ്പോൾ നമുക്കത് എന്ത് സെറ്റാണ്? അത് നൾ സെറ്റാണ്, അല്ലേ? അപ്പോൾ നൾ സെറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നൾ സെറ്റിന് എക്സാമ്പിളാണ്, തേർഡ് വൺ അതെ, ഇത് 4th വണ്ണും നൾ സെറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നൾ സെറ്റിന് എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ അറിയാലോ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? അപ്പം നമുക്കിനി കുറച്ച് സെറ്റ് തരും, അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നല്ലെങ്കിൽ എ സെറ്റ് വിച്ച് ഈസ് എം ടി ഓർ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഒന്നല്ലെങ്കിൽ ആ സെറ്റ് എം ടി ആയിരിക്കണം, അല്ലെങ്കിൽ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ, ഒരു ഡെഫിനിറ്റ് നമ്പർ ഉണ്ടായിരിക്കണം. അതായിരിക്കും ഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് എന്തായിരിക്കും? ഡെഫിനിറ്റ് നമ്പർ ഉണ്ടാവാൻ പാടില്ല, അത് എം ടി സെറ്റ് ആവരുത്, അതാണ് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് months of a year, ഒരു ഇയറിലെ മന്ത്സ്, അതാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ വരും നമുക്ക്? ജാനുവരി, അടുത്തത് ഏതാ? ഫെബ്രുവരി, അടുത്തത് ഏതാ? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ലാസ്റ്റ് ഏത് വരെ വരും? ഡിസംബർ വരെ വരും, അല്ലേ? അപ്പോൾ അത് നമുക്ക് കൗണ്ടബിൾ ആണ്, അതൊരു ഡെഫിനിറ്റ് നമ്പറുണ്ട്. അപ്പോൾ അതെന്ത് സെറ്റാണ്? ഫൈനൈറ്റ് സെറ്റ് അല്ലേ? നമുക്ക് വേഗം തന്നെ ഇത് എഴുതാൻ പറ്റുമല്ലോ. അതെന്ത് സെറ്റാണ്? ഫൈനൈറ്റ് സെറ്റ് എന്ന് എഴുതാം, അല്ല? ഇത് ഞാൻ മൊത്തം എഴുതാത്തതാണ്, കാരണം ഒരു ഡെഫിനിറ്റ് നമ്പർ ഉണ്ട്, അല്ലേ? നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അത് നമുക്ക് ഒരു ഡെഫിനിറ്റ് നമ്പർ ആയതുകൊണ്ട് അതെന്ത് സെറ്റാണ്? ഫൈനൈറ്റ് സെറ്റ്. ഫുൾ എഴുതി നോക്കണ്ട, അതിന് മുമ്പ് നമുക്ക് അറിയാമെങ്കിൽ കറക്റ്റായിട്ട് എഴുതാം, ഫൈനൈറ്റ് സെറ്റ് എന്ന് എഴുതാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെറ്റ് 1, 2, 3 എക്സെട്ര. ഇതെന്ത് നമ്പേഴ്സാണ്? നാച്ചുറൽ നമ്പേഴ്സാണ്, അല്ലേ? 1, 2, 3 എക്സെട്ര. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു ഡെഫിനിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കൗണ്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് എന്ത് പറയാം? ഇതിനെ ഇൻഫൈനൈറ്റ് സെറ്റാണെന്ന് പറയാം, ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, ഇനി തേർഡ് വൺ, 1, 2, 3 എക്സെട്ര, 99, ദെൻ ലാസ്റ്റ് 100. അപ്പോൾ ഈ സെറ്റ് നമുക്കൊരു ഡെഫിനിറ്റ് നമ്പർ അല്ലേ? 1 തുടങ്ങി 2, 3 എക്സെട്ര എവിടെ തീരുന്നുണ്ട്? 99 കഴിഞ്ഞിട്ട് 100ൽ തീരുന്നുണ്ട്, അല്ലേ? സെറ്റ് അവിടെ തീരുന്നുണ്ട്, ഒരു ഡെഫിനിറ്റ് നമ്പർ ഉണ്ട്, അല്ലേ? നമുക്കൊരു എണ്ണാൻ പറ്റുന്നുണ്ട്, കൗണ്ടബിൾ നമ്പർ ഉണ്ട് അവിടെ.
അപ്പോൾ അത് എന്ത് സെറ്റാണത്? ഫൈനൈറ്റ് സെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ്. ഇനി ഫോർത്ത് വൺ, the set of positive integer. Positive integers greater than 99. സെറ്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ 99. വലുതായ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ 99 വലുതെന്ന് പറയുമ്പോൾ 100 വരും. ദെൻ 101, 101, പിന്നെ 102, ദെൻ 103 എക്സെട്ര. കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഡെഫിനിറ്റ് നമ്പർ പറയുന്നില്ല, എവിടം വരെ ആണെന്ന് പറഞ്ഞിട്ടില്ല അവർ, അല്ലേ? നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എന്ത് നമ്പർ ആയിരിക്കും? ഇതെന്ത് സെറ്റായിരിക്കും? ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ. ഇനി ഫിഫ്ത്ത് വൺ, the set of prime numbers less than 99. അപ്പോൾ സെറ്റ് എങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്? പ്രൈം നമ്പർ ആയിരിക്കണം ലെസ് ദാൻ 99. 99 താഴെ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 99 താഴെ എന്ന് പറയുമ്പോൾ പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ആണ്. 2, 3, 5, 7 എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് 99 താഴെ വരുന്നതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്രൈം നമ്പർ ഏത് വരും? 97 വരുമോ നോക്കുക. അല്ല 99 താഴെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെഫിനിറ്റ് നമ്പർ പറയാൻ പറ്റുന്നുണ്ട്. കാരണം 99 പറഞ്ഞിട്ടുണ്ട് അവർ. ലെസ് ദാൻ 99 എന്ന് പറയുമ്പോൾ 99 താഴെ, 99 ലാസ്റ്റ് വന്ന പ്രൈം നമ്പർ ഏതായിരിക്കും? 99 താഴെ വന്നത് ഏതാണ്? 97 വരെ ആണ് ലാസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്, അല്ലേ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രം ഡിവിസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ 97 കൊണ്ട് 1 കൊണ്ട് മാത്രമല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രൈം നമ്പർ അല്ല. ഇനി 98 എടുക്കുമ്പോൾ എന്താ? അത് പ്രൈം നമ്പർ അല്ല, കാരണം അതിന് മോർ ദാൻ 2 ഫാക്ടർ ഉണ്ട്. 99 എടുക്കുമ്പോൾ 99 എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല, കാരണം ലെസ് ദാൻ 99 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ സെറ്റ് എന്ത് സെറ്റാ? ഇത് ഒരു ഡെഫിനിറ്റ് നമ്പർ ഇല്ലേ, അപ്പോൾ അതിനെന്ത് സെറ്റ് എന്ന് പറയാം? ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും കണ്ടുപിടിക്കാനായിരുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.